അവിടെ ദുരിതബാധിതർക്ക് ലീഗ് വീട് വെച്ച് നൽകുന്നു. അതിനെതിരെ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ നോട്ടീസ് അയച്ച വാർത്തയൊക്കെ നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ഈ ദുരന്തബാധിതർക്കായി ലീഗ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ പ്ലോട്ട് തിരിച്ച് നിർമ്മാണം നടത്താൻ അനുമതി തേടി ഇന്നിപ്പോൾ അപേക്ഷ കൂടെ നൽകാനിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നിർമ്മാണം നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ ലീഗിന് നോട്ടീസ് അയച്ചിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നതെന്നും ഇത് ഉടൻ പരിഹരിക്കുമെന്നാണ് പക്ഷേ ലീഗ് നേതാക്കൾ പറയുന്നത്. എന്തായാലും വയനാട് നിന്ന് നമുക്ക് അതിന്റെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ലീഗ് നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്തായാലും അതൊരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ്, അത് മറികടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിനുള്ള നടപടികൾ കൂടി ഇന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ? ജിൻസി, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇന്നലെ ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസിന്റെ പ്രശ്നങ്ങളും അതിനുശേഷം വന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം, PMA സലാം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിന് ശേഷം വൈകിട്ടോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള വാക്കാലുള്ള നിർദ്ദേശം മുസ്ലിം ലീഗിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയത്. എന്നാൽ അതിനുശേഷം നമ്മൾ മുസ്ലിം ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യമൊന്നും നിലനിൽക്കുന്നില്ല. ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. അതായത് നിലവിലുള്ള 68 പ്ലോട്ടുകൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി, അത് ഡെവലപ്മെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്ലോട്ട് തിരിച്ചുകൊണ്ട് ഓരോ വീടുകൾക്കുള്ള അനുമതി സെൽഫ് സർട്ടിഫൈഡ് അനുമതിയായി എടുത്തതാണ് ഈ ഒരു ചട്ടവിരുദ്ധമായി കാണിച്ചിരിക്കുന്നത്. ഈ 7 വീടുകൾക്ക് എടുത്ത സെൽഫ് സർട്ടിഫൈഡ് അനുമതിയല്ല എടുക്കേണ്ടത്. 68 പ്ലോട്ടുകൾക്കും ഒരുമിച്ചുള്ള ബിൽഡിംഗ് പെർമിറ്റ്, ഒരുമിച്ചുള്ള നിർമ്മാണത്തിനുള്ള അനുമതിയാണ് തേടേണ്ടത്. ഇതാണ് ഒരു സാങ്കേതിക പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതാക്കൾ അത് കൃത്യമായി തന്നെ നമ്മളോട് സംസാരിച്ചതാണ്. കാരണം ഇന്നോ അല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാ വീടുകൾക്കും ഒരുമിച്ചുള്ള നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ അധികം വൈകാതെ തന്നെ പഞ്ചായത്തിൽ സമർപ്പിക്കും. അത് കിട്ടിയാൽ ഉടനെ തന്നെ അത് അധികം കാലതാമസം എടുക്കില്ല. ഏറ്റവും കൂടുതൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങളല്ല, അതായത് ഈ 68 വീടുകൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള 100 വീടുകൾക്കുമുള്ള ഒരുമിച്ചുള്ള നിർമ്മാണ അനുമതി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് ഈ പറഞ്ഞ പോലെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ തന്നെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഉടൻ തന്നെ ദുരന്തബാധിതർക്ക് വീട് കൈമാറുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. എന്തായാലും അതൊരു നിരാശാജനകമായ ഒരു ഡെവലപ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് എങ്ങനെയെങ്കിലും വീട് കിട്ടട്ടെ എന്നല്ലേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ആ വീട് സർക്കാർ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് നല്ല കിട്ടട്ടെ എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ആ നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പുരോഗമിക്കട്ടെ. ഇങ്ങനെ ദുരന്തമൊക്കെ പിന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് വീടൊക്കെ കിട്ടട്ടെ. എന്നാൽ നമുക്ക് ഈ